കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് 3 സ്റ്റെപ്സാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി എടുക്കുന്നത് 1 സ്പൂൺ തൈരും 1 സ്പൂൺ കാപ്പിപ്പൊടിയുമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. ക്ലെൻസിങ് ആയിട്ട് നമുക്കിനി വേണ്ടത് സ്ക്രബ്ബറാണ്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും 1 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് തേനാണ് വേണ്ടത്. തേനില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം പഞ്ചസാര കുറച്ചൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ സ്ക്രബ്ബർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ഒന്ന് കുറച്ച് മെൽറ്റാവണം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം മുഖത്തും കയ്യിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സോഫ്റ്റായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. സ്ക്രബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞങ്ങൾ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടത് ഒരു ഫേസ് പാക്കാണ് വേണ്ടത്. നമുക്കതിന് വേണ്ടി ഏത് ഫേസ് പാക്കും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്ലോയുവിൻ്റെ ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നിട്ട് 1 സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് പകരം തൈരോ പാലോ ആണെങ്കിൽ ഇതിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മുഖത്ത് കഴുത്തിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് 20 മിനിറ്റ് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ 20 മിനിറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. 20 മിനിറ്റ് വരെ ഈ ഫേസ് പാക്ക് മുഖത്ത് തന്നെ വെക്കാം. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.